കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ കണ്ണീരിലാക്കിയ ഒരു അടിപൊളി ക്ലൈമാക്സ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കരയാൻ തോന്നുമ്പോ ഞാൻ എടുത്ത് കാണാറുള്ള ഒരു ക്ലൈമാക്സ് കൂടിയാണിത്. പറഞ്ഞു വരുമ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പരസ്പരം എ സ്റ്റോറി ഓഫ് ദ ലിക്വിഡ് ബോംബ്. വർഷങ്ങളായിട്ട് പത്മാവതിയുടെ ടോർച്ചറും സൂരജേട്ടന്റെ മണ്ടത്തരങ്ങളും കണ്ട് സഹിച്ച ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ കാത്തിരുന്ന ഒരു ക്ലൈമാക്സ്. ആ ക്ലൈമാക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂരജേട്ടനെ പറ്റി അറിയണം. സൂരജേട്ടൻ ഒരു ബേക്കറി നടത്തുന്ന ആളാണ്. സൂരജേട്ടന്റെ ബേക്കറിയിലെ കട്ട്ലൈറ്റിന്റെയും പപ്സിന്റെയും രുചി കഴിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് മുടിയുണ്ടാണോ? ആ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. എന്താടാ ഒരു കളർ വ്യത്യാസം, എന്താടാ ഒരു ടേസ്റ്റ് വ്യത്യാസം? സാധനങ്ങൾ ചെലവാകത്തോണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പപ്സ് എടുത്ത് കണ്ണാടി കൂട്ടി ഇട്ടേക്കോണോ? സൂരജേട്ടന്റെ കടയിൽ നിന്ന് ഓരോന്ന് വാങ്ങി കഴിക്കുന്നവർ കഴിച്ചതിന് ശേഷം അവരുടെ ഫീഡ്ബാക്കും കൊടുക്കാറുണ്ട്. നല്ലത് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാ നമ്മളെ തേടി ആൾക്കാർ ഇങ്ങോട്ടെത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂരജേട്ടനെ ഫുഡ് കോമ്പറ്റീഷന് തെരഞ്ഞെടുക്കുന്നത്. അവള് ഭയങ്കര ഐശ്വര്യമുള്ളവളാ. അവളുടെ കൈനീട്ടത്തിന്റെ പുറകെ മഹാലക്ഷ്മി വരുന്ന കണ്ട. കേരളത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ആഹാരമാണ് പുട്ട്. ഞാനുണ്ടാക്കിയ ഈ പുട്ടില് ചിക്കൻ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനെ പലതും കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഏത് ഐറ്റം തിന്നാലാ ടേസ്റ്റ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാ ഐറ്റവും എന്റെ പുട്ടിന്റെ ഉള്ളിൽ ഞാൻ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ വേറൊരു സൈഡ് ഡിഷിന്റെയും ആവശ്യം വരുന്നില്ല. കാരണം ഇരുന്ന് ഒരു പീസ് തിന്ന അപ്പൊ തന്നെ നിങ്ങൾ ചാവും. He is made one of the great dish in Kerala that's called put. It includes chicken, fruits, vegetables and other low budget eating items. അങ്ങനെ ഫുഡ് കോമ്പറ്റീഷനിൽ ജയിച്ച സൂരജേട്ടന് അഹങ്കാരവും കൂടി. ആരും വാങ്ങാതെ ഈച്ച പോലും വേണ്ടെന്ന് വെച്ച ആ ലഡ്ഡു കൂടി കാശ് വാങ്ങാതെ ആർക്കും മൂപ്പര് കൊടുക്കാറില്ല. എന്താ വേണ്ടേ? വേണം. ആ എടുത്തോ. ഞങ്ങളുടെ പൈസ ഇല്ല. അങ്ങനെ കാശില്ലാതെ ലഡ്ഡു വാങ്ങാൻ പോയ ഈ പാവൻ ചെറുക്കനെ സൂരജേട്ടൻ അപമാനിച്ചു വിട്ടു. വീട്ടിൽ ചെന്ന അവൻ സൂരജേട്ടനെ വയറ് നിറച്ച് പ്രാഗി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ തീവ്രവാദികൾ സൂരജേട്ടന്റെ വീട്ടിൽ കയറി അയാൾക്ക് എന്തോ ഒരു ഗുളിക തിന്നാൻ കൊടുക്കുന്നത്. நீ தூக்கிட்டியா? எவ்வளவு பெரிய ஆளு, எவ்வளவு பெரிய கோட்டை, அவனை போய் எப்படி நீ தூக்கிட்டல? விட்டுருவாமா? ഗുളിക തിന്നതിന് ശേഷമാണ് അത് ലിക്വിഡ് ബോംബാണെന്ന് സൂരജേട്ടനും ഭാര്യ ദീപ്തിയും മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മനുഷ്യ ബോംബുകളാണ്. മയിരാണ് സന തോന്നിയായിരിക്കും. ലിക്വിഡ് ബോംബ്. മിഷൻ ഇമ്പോസിബിളില് പോലും ഇങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല. അതും ക്യാപ്സ്യൂൾ രൂപത്തിൽ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ബോംബ് ആക്റ്റീവായി കഴിഞ്ഞു. ഇനി അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ബോംബിന്റെ കോട്ടിംഗ് പൊട്ടിവരാനുള്ള ടൈം, അതായത് 1 hour. ടൈമാകുമ്പോ പൊട്ടി പീസ്. നീ കൊറേ നേരം കൊണ്ട് ഞങ്ങളെല്ലാം പറ്റിക്കാൻ നോക്കുന്നുണ്ട്. മതി മതി. സൂരജ് ഇത് കഴിച്ച സമയം വെച്ച് നോക്കുമ്പോ ഇനി 40 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ശരിക്കുള്ള ലിക്വിഡ് ബോംബ് എന്താണെന്നറിയോ സൂരജേട്ടാ? അത് നിങ്ങളുടെ കടയത്തെ സർബത്താണ്. സൂരജേട്ടൻ വെള്ളം തൊടാതെ വിഴുങ്ങിയത് ലിക്വിഡ് ബോംബാണെന്ന് മനസ്സിലാക്കിയ ദീപ്തി IPS ബാക്കി ഉണ്ടായിരുന്ന ഒരു ബോംബ് ഗുളിക കൂടി എടുത്ത് വിഴുങ്ങി. സൂരജേട്ടൻ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടൂ? ഞാനും ഉണ്ട് കൂടെ. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീഗാലാൻഡ് ടൂർ പോവാണോ? അങ്ങനെ ലിക്വിഡ് ബോംബ് വിഴുങ്ങിയ ദീപ്തിയും സൂരജും റോഡിലൂടെ ഓടുകയാണ്. എന്തിനാണ് ഇവരിങ്ങനെ കടന്ന് ഓടുന്നത് എന്ന് ചോദിച്ചാൽ, ഇനി ലിക്വിഡ് ബോംബ് പൊട്ടിയുണ്ടാകുന്ന വലിയ ദുരന്തം ഒഴിവാക്കാനാണെങ്കിൽ ഇവർക്ക് വല്ല വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് ആളില്ലാത്ത വല്ല സ്ഥലത്തേക്കും പൊക്കൂടെ? എന്തിനാണ് ഇങ്ങനെ കടന്ന് പരക്കം പായുന്നത്? പോലീസ് ഫോഴ്സ് സിറ്റി മുഴുവൻ ആക്റ്റീവ് ആണ്. പക്ഷെ അവരുടെ റൂട്ടിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതെ, നടുറോട്ട് കൂടെ കയ്യും കോർത്ത് ഓടുന്ന ഇവരുടെ റൂട്ട് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നടുറോട്ട് കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ വരുന്നത്. അതെ, ഡിഫൻസ് മിനിസ്റ്റർ. അല്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവരുടെ റൂട്ട് ഇയാൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പറ വേഗം പറ. I can understand. எனக்கு മലയാളം தெரியும். മലയാളത്തിലേ சொல்லுங்க. But I am not fluent in മലയാളം. ബെസ്റ്റ്. ഇത്രയും വലിയ പ്രശ്നത്തിനടക്ക് ഇയാൾക്ക് മലയാളം അറിയോ ഹിന്ദി അറിയോ എന്നുള്ളതൊക്കെ ഒരു വിഷയമാണോ?
ബട്ട് ഐ ആം നോട്ട് ഫ്ലുവന്റ് ഇൻ മലയാളം. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഇത്ര അടുത്തുണ്ടായിട്ടും ഈ മഹാത്യാഗത്തെ ആദരിച്ചില്ലെങ്കിൽ രാജ്യം ഒരിക്കലും എന്നോട് പൊറുക്കില്ല. രാജ്യമോ? അതേത് രാജ്യം? രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്നും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട ബഹുമതി പ്രതീകാത്മകമായി മലയാളം അറിയില്ല, പക്ഷെ പുള്ളിക്ക് പ്രതീകാത്മകം എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ വെച്ച് സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ചുരുക്കി പറഞ്ഞ ബോംബ് പൊട്ടി ചാവാൻ പോകുന്നവർക്ക് അവാർഡ് കൊടുക്കാനാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്കിത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. തീവ്രവാദികളെയും ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും സൃഷ്ടിക്കുന്നത് ആരാണ് സർ? അവരെ പോറ്റി വളർത്തുന്നത് ആരാണ് സർ? അവരെ സംരക്ഷിക്കുന്നത് ആരാണ് സർ? പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? നിനക്കൊക്കെ ഓപ്ഷൻസ് വേണമായിരിക്കും അല്ലേ? இந்த കാര്യങ്ങൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ചർച്ച ഉണ്ടാവില്ല സർ. രാജ്യം ഒന്ന് പോടോ, എന്തിനാ അങ്ങനെ നടുറോട്ടിൽ വെച്ചിട്ട് നാണം കിടുന്നത്? മാറ്റത്തിന്റെ തുടക്കം ഇവിടെ നിന്നാകട്ടെ. അല്ല, അത് ശരിയാ. നിങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാ മാറ്റം ഇവിടുന്ന് തന്നെ തുടങ്ങും. അടുത്ത ഡിഫൻസ് മിനിസ്റ്ററായിട്ട് വേറെ ആളെ നോക്കേണ്ടി വരും. മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാഴ്ചകളാ ചുറ്റിലും നടക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മുഴുവൻ വിഷം ചേർക്കുന്നു. രോഗങ്ങൾ മനുഷ്യരിൽ അടിച്ചേൽപ്പിച്ച് മരുന്ന് കമ്പനികൾ കൊഴുത്തു വളരുകയാണ്. ഇവരിത് എന്തൊക്കെയാ പറയണത്? ഭക്ഷണത്തിൽ മായം, ആശുപത്രി, ഇതെന്താടാ മെർസലോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ മൂർച്ചയുള്ള വാളുമായി എത്തും സർ. അമ്പലങ്ങളിലും പള്ളികളിലും വർദ്ധിച്ചു വരുന്ന തിരക്ക് സർ കാണുന്നില്ല. రాజశేఖర రెడ్డి, వెంకటేశ్వర రాజశేఖర రెడ్డి, యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి, అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. വെരി നൈസ്. గొట్టపెట్ట శ్రీనివాస అల్లరి నాగేంద్ర വിജയവാడ അല്ലുడు గొప్ప. A few moments later. ഉണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഒരു പ്രയോജനവും ഉണ്ടാവില്ല സർ. ഇങ്ങനെ നിന്ന് ഇളിയാണ്ട് നിങ്ങൾക്കൊന്ന് പൊക്കൂടെ? രാഷ്ട്രീയക്കാരുടെ ദാസ്യവൃത്തിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാരുടെ എണ്ണം. എന്റെ ഗതികേടിലായി പോയി. എനിക്ക് കൊന്നു കുടിച്ചുകൂടിയാണ് ഞാൻ. കാറൽ മാക്സ് ഒരിക്കൽ പറഞ്ഞു. എന്താണ് കാറൽ മാർക്സോ? എന്റെ പൊന്നു ചേച്ചി, അത് കാറലും കൂവലൊന്നും അല്ല, കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ്. കാറൽ മാക്സ് ഒരിക്കൽ പറഞ്ഞു. കാറൽ മാർക്സ്. പെട്രോമാക്സ് എന്ന് പറയാത്തത് ഭാഗ്യം. കാറൽ മാക്സ് ഒരിക്കൽ പറഞ്ഞു. ടിവിയിൽ പലതും കാണും, അത് വന്ന് ഇവിടെ കണക്കരുത്. എനിക്ക് ശേഷം വരുന്ന തലമുറ അങ്ങയുടെ കയ്യിലെ ഈ ബഹുമതി. ഇതൊക്കെ എഴുതിയുണ്ടാക്കിയ ആളില്ലേ, ആ മഹാൻ, അയാളെയാണ് നമ്മൾ ശരിക്കും സല്യൂട്ട് ചെയ്യേണ്ടത്. മാഡം, ഞാൻ ബ്ലാക്ക് ഓഫ് എഫ്എമ്മിന്റെ റിപ്പോർട്ടറാണ്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? വരുന്ന ജനറേഷനിലെ പോലീസ് സേനാംഗങ്ങളോട് ഈ അവസരത്തിൽ മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ നടക്കണ ഈ മണ്ടത്തരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം നോക്കി തന്റെ ബൈക്കിൽ എത്ര പെട്രോൾ ഉണ്ടെന്ന് നോക്കുന്ന ഈ ചേട്ടനാണ് എന്റെ ഹീറോ. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കുകയാണ്. ബോട്ട് പൊട്ടിത്തെറിച്ചു. അയ്യപ്പ, അങ്ങനെ ദീപ്തിയും സൂര്യചേട്ടനും എന്നേക്കുമായി നമ്മളെ വിട്ട് പോവുകയാണ്. തലേ ദിവസം സൂര്യചേട്ടൻ കുഴച്ചു വെച്ച മാവ് മാത്രം ബാക്കി. പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പോലെ ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ.